ദൈവമേ ആ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന, കൈകാലുകൾക്ക് മുറിവേൽക്കുകയും ഈവൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ദൈവമേ മുറിവേൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളും കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളും അതുപോലെ ഗർഭിണികളും ഒക്കെയുണ്ട് കർത്താവ്. ദൈവമേ അവരെ എല്ലാം അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങൾക്ക് മാത്രമേ അവിടെ എത്തിപ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞങ്ങൾക്ക് അങ്ങയോട് അപേക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിതാവേ, അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. ഇന്നാണെങ്കിലും ദൈവമേ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളിലൂടെ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും ദൈവമേ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി ദൈവമേ ഞങ്ങൾക്ക് ജീവിക്കുവാനും അതുപോലെ അതനുസരിച്ച് താഴ്പ്പെട്ട് ദൈവമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കുമ്പോഴേ പ്രാർത്ഥിക്കും. പിതാവേ, നന്ദി പറയുന്നു. പിതാവേ, എല്ലാ കാര്യങ്ങളിലും കർത്താവേ അങ്ങയുടെ കൃപയും സാന്നിധ്യം നൽകി സഹായിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് സലോമത്തിന് യേശുനാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സോ ഇന്ന് നമ്മൾ 16-ാം അധ്യായത്തിലെ തുടർന്നുള്ള വേദഭാഗത്തിൽ നമ്മൾ പോവുകയാണ്. 16 തൊട്ട് 24 വചനങ്ങൾ നമുക്ക് വായിക്കാം. ആമേൻ. എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് 16 മുതലുള്ള വചനങ്ങൾ വായിക്കാം. ഒരിക്കൽ ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. അവളെ ഒരു ആത്മാവ് ബാധിച്ചിരുന്നു. അതിൻ്റെ സഹായത്താൽ അവൾ ഭാവി പ്രവചിക്കുകയും തൻ്റെ യജമാനന്മാർക്ക് ധാരാളം പണം സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തു പോന്നു. ഈ പെൺകുട്ടി പൗലോസിനെയും ഞങ്ങളെല്ലാവരെയും പിന്തുടരുകയും ഈ മനുഷ്യന് അത്യന്തനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ഇവർ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാനുള്ള വഴി പറഞ്ഞു തരുന്നു എന്നിങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൾ ഏറെ നാൾ ഇത് തുടർന്നു. ഒടുവിൽ ശല്യം സഹിക്കവയ്യാതെ പൗലോസ് അവളുടെ നേർക്ക് തിരിഞ്ഞ് ആ ആത്മാവിനോട്, ഇവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് ആ നിമിഷത്തിൽ തന്നെ അവളെ വിട്ടുപോയി. തങ്ങളുടെ ധനാഗമന മാർഗം നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ ആ അടിമ പെൺകുട്ടിയുടെ യജമാനന്മാർ പൗലോസിനെയും ശിലാസിനെയും പിടികൂടി അധികാരികളുടെ മുമ്പിൽ നിർത്തേണ്ടതിന് ചന്തസ്ഥലങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന്, ഈ മനുഷ്യർ യഹൂദന്മാരാണ്, റോമാക്കാരായ നമുക്ക് അംഗീകരിക്കാനോ ആചരിക്കാനോ നിയമം അനുവദിക്കാത്ത സമ്പ്രദായങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ നഗരത്തിൽ കലക്കമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസിനും ശിലാസിനും നേരെയുണ്ടായ ആക്രമണത്തിൽ പുരുഷാരവും കൂട്ടുചേർന്നു. അവരുടെ വസ്ത്രമുരിഞ്ഞ് അവരെ അടിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അങ്ങനെ അവരെ ചാട്ടവാറുകൊണ്ട് നിഷ്ഠൂരമായി അടിപ്പിച്ച ശേഷം കാരാഗൃഹത്തിൽ അടയ്ക്കുകയും കാരാഗൃഹ പ്രമാണിയോട് അവരെ ഭദ്രമായി സൂക്ഷിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആമേൻ. സോ ഈ പറഞ്ഞ വേദഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു പറഞ്ഞാൽ ഒരു അടിമ പെൺകുട്ടിയുടേതായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് അവതരിപ്പിച്ച് കാണിക്കുന്നത്. ഇവിടെ അടിമ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്താ പറയുന്നത്, ഈവിൾ സ്പിരിറ്റിനാൽ അല്ലെങ്കിൽ ദുഷ്ടാത്മാവിനാൽ നയിക്കപ്പെടുകയും അവൾ ഈ പറയുന്നതിലൂടെ ഒരുപാട് പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഭാവി പ്രവചനങ്ങൾ നടത്തുകയും അവളുടേതായിട്ടുള്ള യജമാനന്മാർക്ക് ഒരുപാട് പണം സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. സോ ഇന്ന് നമുക്ക് ചിന്തിച്ച് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ഒരു അടിമ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. അവൾ എത്രമാത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അവളുടെ ഭാവി പ്രവചനങ്ങൾ വഴി പൗലോസിനെയും ശിലാസിനെയും കുറിച്ചിട്ട് അവൾ പറയുന്നത് കേട്ടാൽ തോന്നും, അയ്യോ ഈ ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ദുഷ്ടാത്മശക്തിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ. ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം, നമ്മൾ ഇന്ന് ഏത് തരത്തിലുള്ള ഒരു ഇത്രയും കാലം യേശുവിൻ്റെ ശിഷ്യനായിട്ട് നമ്മൾ ജീവിച്ച് നിങ്ങൾക്ക് ഭാവി പ്രവചനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളെക്കുറിച്ചിട്ട് ആരെങ്കിലും ഭാവി പ്രവചിക്കാനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി ഇങ്ങനെയാണ് ആയിത്തീരാൻ പോകുന്നത്, നിങ്ങൾ ഭയങ്കര ഒരു വ്യക്തിയായിത്തീരുന്നു, നിങ്ങൾക്ക് ഭാവിയിൽ ഭയങ്കര സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഭാവി പ്രവചിക്കുകയാണ്, നിങ്ങളത് എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്? ഓക്കെ. ഏത് രീതിയിലായിരിക്കും നിങ്ങൾ എടുക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും കാലം ശിഷ്യനായിട്ട് ജീവിച്ചിരുന്നിട്ട് അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ മാറ്റി വയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു അന്ധവിശ്വാസം ഇങ്ങനെ കടന്നു വരാറുണ്ടോ? അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആചാരങ്ങൾ അനുസരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കടന്നു പോകാറുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച സുമയുടെ അച്ഛൻ മരിച്ചുപോയി. അവിടെ പോയപ്പോഴത്തേക്കും ഹിന്ദു ആചാരപ്രകാരമാണ് അവിടെയുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത്. നോക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആചാരങ്ങൾ അവിടെ നടക്കുന്നത് കാണാൻ സാധിച്ചു. അപ്പം എൻ്റെ സ്വന്തം അമ്മയുടെ അടക്കത്തിന് പോലും അല്ലെങ്കിൽ സംസ്കാരത്തിന് പോലും ഞാനൊരു ആചാരവും അവിടെ അനുസരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ഇത്തവണ പോയപ്പോഴത്തേക്കും ആരും എന്നെ നിർബന്ധിച്ചില്ല, നിങ്ങൾ വന്ന് ഇത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ആരും നിർബന്ധിച്ചില്ല. സ്വന്തം അമ്മയ്ക്ക് പോലും ചെയ്യാത്തവൻ്റെ അടുത്ത് പിന്നെ എന്തിനാ പോയിട്ട് ഇതൊക്കെ പറയുന്നതെന്നുള്ള ഒരു മനോഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട്
തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആചാരങ്ങളുടേതായിട്ടുള്ള ഒരു പട്ടിക നമ്മൾ എവിടെയെങ്കിലും നിർത്തി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും കുറിച്ചിട്ടിട്ടുണ്ടോ? അതെവിടെയെങ്കിലും തലപൊക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. ഏമേൻ ബ്രദർ സിസ്റ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ ശിഷ്യനായി ജീവിക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏമേൻ. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു പറഞ്ഞാൽ, ഈ ദുഷ്ടാത്മാവിന് ഈ യേശുവിനെ തന്നെ തിരിച്ചറിയുവാനും അതുപോലെ തന്നെ യേശു ഭൂമിയിലായിരുന്ന സമയത്തും അവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശു ഭൂമിയിലായിരുന്ന സമയത്ത് ദുഷ്ടാത്മാക്കൾക്ക് പോലും യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നുള്ള ഒരു കാര്യവും, ഇങ്ങനെ ദുഷ്ടാത്മാക്കൾക്ക് പോലും യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്ന സമയത്ത് പോലും പരീശന്മാർക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വേറൊരു അവിടെ ഉള്ളൊരു വ്യത്യാസം. ഓക്കെ, പരീശന്മാർക്ക് പോലും യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് യേശുവിനെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ദുഷ്ടാത്മാവ് അല്ലെങ്കിൽ ഈ അടിമ പെൺകുട്ടിയിൽ പൗലോസിനെയും ശിലാസിനെയും അവരുടെ അനുഗാമികളെയും അനുഗമിച്ചിരുന്നതായിട്ടുള്ള അവൾ വിളിച്ചു പറഞ്ഞിരുന്നതാണ്, ഇവർ അത്യുന്നതനായിട്ടുള്ള ദൈവത്തിൻ്റെ ദാസന്മാരാണ്, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാനുള്ള വഴി അവർ പറഞ്ഞു തരും എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ദുഷ്ടാത്മാവ് പൗലോസിനെയും ശിലാസിനെയും കുറിച്ചിട്ട് അവിടെ പറയുന്നത്. അവളെ ശരിയായിട്ടുള്ള സത്യമാണ് അവിടെ സംസാരിച്ചെങ്കിൽ കൂടി പൗലോസ് ആ ദുഷ്ടാത്മാവിനെ അവിടെ ശാസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കാരണം കുറച്ച് കാലം അദ്ദേഹം സഹിച്ചു. പക്ഷേ സഹിക്കാതെ വന്നപ്പോഴാണ് യേശുവിൻ്റെ നാമത്തിൽ നിന്നെ അവളെ വിട്ടു പോകാനായിട്ട് അവിടെ പറയുന്നത് നമുക്ക് അവിടെ കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, അവളിൽ നിന്നും വിട്ടുപോയ ആ ദുഷ്ടാത്മാവ് വിട്ടുപോയപ്പോൾ അവളുടെ അല്ലെങ്കിൽ ആ അടിമ പെൺകുട്ടിയുടെ യജമാനന്മാർക്കുണ്ടായ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം നിമിത്തമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൗലോസിനെയും ശിലാസിനെയും അവിടെ തുറുങ്കിൽ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുവാനായിട്ടുള്ള വഴി അവർ കാണുന്നത്. ഓക്കെ, അവർ രണ്ടുപേരെയും അവരെ വലിച്ചിഴച്ച് ചന്തസ്ഥലങ്ങളിലൂടെ വലിച്ചിഴച്ച് അധികാരികളുടെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ വടികൊണ്ടടിക്കുകയും അതുപോലെ ജയിലിൽ അടയ്ക്കുവാനായിട്ടുള്ള ഏർപ്പാടാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാണ്, അവർക്കുണ്ടായ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ അവർ രണ്ടുപേരെയും നമുക്ക് കാണാൻ സാധിക്കും, അവരെ തുറുങ്കിലടയ്ക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, രണ്ടുപേരെയും യാമത്തിൽ പൂട്ടി, അതിനാണ് സ്റ്റോക്സ് എന്നാണ് പറയുന്ന സാധനം. ഇപ്പോൾ യാമത്തിൽ പൂട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമേറിയ ഒരു ജയിലിനകത്തും അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതിയിലാണ് അവരെ യാമത്തിൽ പൂട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് പൗലോസിനെയും ശിലാസിനെയും ഇവിടെ യാമത്തിൽ, അതായത് ഒരുപക്ഷെ കയ്യിൽ ചങ്ങലയും കാലിൽ ഈ പറയുന്നത് പോലുള്ള ലോക്കും ഇട്ടിട്ടാണ് അവരവിടെ ഇരുത്തുക. അവർക്ക് എഴുന്നേറ്റ് നടക്കുവാനോ അനങ്ങുവാനോ പോലും പറ്റാത്ത രീതിയിലുള്ള യാമമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്സ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ അത് മാത്രമല്ല എഴുത്തുകാരവിടെ പറയുന്നുണ്ട്, ഈ പറയുന്ന ജയിലെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു അറയായിരിക്കും. അവിടെ ശ്വാസം തന്നെ ലഭിക്കാനായിട്ട് വളരെയധികം പ്രയാസമേറിയ ഒരു അവസ്ഥയായിരിക്കും. വളരെ ചെറിയ ഒരു കിളിവാതിൽ മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. വെളിച്ചമൊന്നും അതിനകത്ത് കിടക്കത്തില്ല. വളരെയധികം സ്റ്റിഞ്ചി ആയിട്ടുള്ള നനവും അല്ലെങ്കിൽ നമ്മളൊരു തുറക്കാത്ത ഒരു സ്ഥലങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു എലിയുടെയൊക്കെ ഒരു സ്മെല്ലുള്ള ഒരു സ്ഥലമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അത്രയും സ്റ്റിഞ്ചി ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ആ ഒരു ചെറിയ അറ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതിനകത്താണ് പൗലോസിനെയും ശിലാസിനെയും അവിടെ ജയിലിൽ അടച്ചതെന്നുള്ളതാണ്. ഒരു കാര്യം ചിന്തിച്ച് നോക്കുക, നമ്മൾ ഇതിനു മുമ്പ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മക്കദോനിയയിലേക്ക് വരിക 16-10 വചനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നൊരു മക്കദോനിയക്കാരൻ നിന്ന് യാചിക്കുന്നതായി പൗലോസ് രാത്രിയിൽ ഒരു ദർശനം കണ്ടു. ദർശനം കണ്ട ശേഷം മക്കദോനിയക്കാരുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ അവിടേക്ക് യാത്ര തിരിക്കുവാൻ ഞങ്ങൾ ഉടനെ തയ്യാറായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പൗലോസും ശിലാസും ഈ പറയുന്ന മക്കദോനിയയിലേക്ക് പോയ അവസ്ഥയാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് അവരെ ലീഡ് ചെയ്തു, പരിശുദ്ധാത്മാവ് അവരെ നയിച്ച് അവിടെ തന്നെ കൊണ്ടെത്തിച്ചു. പക്ഷേ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ദാനമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ.
നമ്മളിന്ന് ഇങ്ങനെയുള്ളൊരവസ്ഥ നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമോ? ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള, ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു പീഡനം അത് പ്രതീക്ഷിച്ചുകൊണ്ടാണോ അവരിവിടെ പോയത്? ഒരിക്കലുമല്ല. പക്ഷേ അവർക്ക് ലഭിച്ചതോ ഇത്തരത്തിലുള്ള പീഡനമാണ് അവർക്കവിടെ ലഭിച്ചത്. സോ ഈ പറയുന്നതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. 16:25 തൊട്ടുള്ള വചനങ്ങൾ നമുക്ക് തുറന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത്, അർദ്ധരാത്രിയോടെ പൗലോസും ശിലാസും പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഉടൻ തന്നെ കാരാഗൃഹവാതിലുകൾ മലർക്കെ തുറന്നു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. കാരാഗൃഹ പ്രമാണി ഉണർന്നു. വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് തടവുകാർ രക്ഷപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, താങ്കൾക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അയാൾ വിളക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അകത്തേക്ക് ഓടിച്ചെന്ന് വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശിലാസിൻ്റെയും മുമ്പാകെ വീണു. അനന്തരം അവരെ പുറത്തു കൊണ്ടുവന്നിട്ട്, യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവരോട് ചോദിച്ചു. അതിന് അവർ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷപ്രാപിക്കും, നീ നിൻ്റെ കുടുംബവും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. പിന്നീട് അവർ അയാളോടും അയാളുടെ കുടുംബത്തിലുമുള്ള എല്ലാവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. രാത്രിയുടെ ആ സമയത്ത് തന്നെ അയാൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. എത്രയും വേഗം അയാളും കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനമേറ്റു. കാരാഗൃഹ പ്രമാണി അവരെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. ദൈവത്തിൽ വിശ്വസിപ്പാൻ ഇടയായതിൽ അയാൾ കുടുംബാംഗങ്ങൾ എല്ലാവരോടും ചേർന്ന് ആനന്ദിച്ചു. ആമേൻ. സോ നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മളാണ് നേടുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനായിട്ട് പ്രതികരിക്കുന്നത്? എങ്ങനെയായിരിക്കും? ഓക്കെ, നമ്മുടേതായിട്ടുള്ള പാപകരമായിട്ടുള്ള ഒരു അവസ്ഥ, നമ്മൾ ഈ പറയുന്ന വ്യക്തികളെല്ലാവരെയും നമ്മൾ ശപിക്കുവാനായിട്ടുള്ള ഒരു നാവായിരിക്കും നമുക്കുണ്ടാവുക. ഓ, ഞാൻ ഏത് സമയത്താണോ ഈ മക്കതോനിലേക്ക് വന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളതിനെ എടുക്കുക, അല്ലേ? പക്ഷേ എങ്ങനെയാണ് പൗലോസും ശിലാസും അവർ പ്രതികരിച്ചത്? എങ്ങനെയാണ് അവർ പ്രതികരിച്ചത്? വളരെ വ്യത്യസ്തമായിട്ടാണ് പ്രതികരിച്ചത്. ഓക്കെ, അവർ അർദ്ധരാത്രിയിൽ പോലും അവർ ഉറങ്ങാതിരുന്നു കൊണ്ട് അവർ ആരെയും ശപിക്കാതെ, ആരെയും കുറ്റം പറയാതെ എന്താ ചെയ്തത്? അവർ അത്രയും മോശമായിട്ടുള്ള ക്രൈസിസ് ആയിട്ടുള്ള ഒരു സമയത്ത് പോലും അവർ ദൈവത്തിന് സ്തുതി പാടുകയാണ് ചെയ്തത്. ആമേൻ. സോ അവർ സ്തുതി പാടുകയും അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പാടായിട്ടുള്ളൊരു അവസ്ഥയിൽ നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് നാവ് പോകുന്നു. നമ്മൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമായിരിക്കും, ദൈവമേ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷേ സ്തുതിക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ വിടുതലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു ജയിലിലടയ്ക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള അവസ്ഥയോ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപക്ഷെ അതിവിടെ നിന്ന് വിടുവിക്കാൻ വേണ്ടി നമ്മൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥന ഒരുപക്ഷെ ചിലപ്പോൾ കൈവിടത്തിലായിരിക്കും. പക്ഷേ സ്തുതിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഏമേ. സോ നമ്മൾ ഈ പറയുന്ന വളരെ വേദനാജനകമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മളിന്ന് ദൈവത്തെ എത്രമാത്രം നമ്മൾ സ്തുതിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, സോ അവർക്ക് അറിയില്ല അടുത്ത ദിവസം, അടുത്ത നിമിഷം അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പോലും അവർക്ക് അറിയാതിരിക്കുന്ന അവസ്ഥയിൽ പോലും അവർ ദൈവത്തെ സ്തുതിച്ച് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇയ്യോബിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇയ്യോബ് സകലമാന അസുഖവും ബാധിച്ച് ശരീരം മുഴുവനും ചൊറിയും ചുണങ്ങും ഒക്കെ ആയിട്ട് സകലവും നഷ്ടപ്പെട്ട്, മക്കളും നഷ്ടപ്പെട്ട്, ധനവും നഷ്ടപ്പെട്ട്, സമ്പാദ്യവും നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഇയ്യോബ് പറഞ്ഞ വാക്കുകളാണിത്, അല്ലേ? തൻ്റെ തല ക്ഷൗരം ചെയ്ത് സാഷ്ടാംഗം വീണ് ഇയ്യോബ് നമസ്കരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബിൻ്റെ ആ ഒരു ടെൻഡൻസിയാണ് നമുക്കിവിടെ പൗലോസിലും ശിലാസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ എനിക്ക് തന്നതെല്ലാം യഹോവ എടുത്തു മാറ്റി, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, പ്രൈസ് ദ ലോർഡ് എന്നുള്ള രീതിയിലാണ്. അത്രയും കഷ്ടപ്പാടായിട്ടുള്ള അവസ്ഥയിൽ പോലും ഇയ്യോബിന് തൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുവാൻ അവിടെ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആമേൻ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്. സോ ഹൗ മച്ച് വി ആർ ഏബിൾ ടു ഡു ദ സെയിം വേ? നമ്മൾ എത്രമാത്രം ഇതുമായിട്ട് നമ്മൾ സാമ്യത്തോടു കൂടി നമുക്കിന്ന് നമ്മുടെ കഷ്ടപ്പാടിന് സമയം, നമ്മുടെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് ദൈവത്തെ ഇന്ന് സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ആമേൻ. സോ അങ്ങനെ സംഭവിച്ചപ്പോൾ, അങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങനെ അവർ സ്തുതിച്ചപ്പോൾ അവർ
അവർക്ക് ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞ് വീണതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് അവിടെയുള്ള അത്ഭുതം നടന്നത്. അവർ സ്തുതിച്ച് പാടിയപ്പോൾ, സ്തുതിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, സ്തുതിച്ച് ദൈവത്തോട് സ്തുതിഗീതങ്ങൾ പാടിയപ്പോൾ അവിടെ നടന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം ഇളകിയിട്ട് അവിടെ ചങ്ങലകളും വാതിലുകളും അവിടെ തുറക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആമേൻ. സോ അത് മാത്രമല്ല, ഇതുമായിട്ട് അധികാരപ്പെടുത്തിയിട്ടുള്ള ജയിലർ ഓടി വന്നിട്ട് തൻ്റെ ജോലി പോകുമോ അല്ലെങ്കിൽ തനിക്കുള്ള എല്ലാ അധികാരവും നഷ്ടപ്പെടുമോ എന്നുള്ള വിചാരത്തിൽ താൻ തന്നെ തനിയെ അവിടെ മരിക്കുവാനായിട്ട് അവിടെ തയ്യാറാകുകയാണ്. തൻ്റെ വാളൂരി തൻ്റെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കി മരിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകും. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി എന്തുത്തരമാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അയാൾ അവിടെ പെരുമാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജയിലർ അവിടെ വന്നിട്ട് താനാണ് ആ ജയിലിൻ്റെ ഉത്തരവാദി, അതുകൊണ്ട് ഈ പറയുന്ന വാതിലുകൾ തുറന്നു പോവുകയും അതുപോലെ അവിടെ ഭൂകമ്പം ഉണ്ടായ ഒരു നാച്ചുറൽ കലാമിറ്റി ആയിരുന്നെങ്കിൽ പോലും അധികാരികൾ അതുമായിട്ട് ഈ വ്യക്തിയുമായിട്ട് യാതൊരു ഒരു കോംപ്രമൈസിന് തയ്യാറാകത്തില്ല എന്നുള്ള വിചാരത്തിലാണ് ഈ പറയുന്ന ജയിലർ സ്വയം തന്നെ നശിപ്പിക്കുവാനായിട്ട് അവിടെ തയ്യാറാകുന്നത്. ഓക്കെ, അവിടുന്ന് കള്ളന്മാർ അല്ലെങ്കിൽ ജയിലിൽ അടച്ചിരിക്കുന്ന പ്രിസണേഴ്സ്, കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയി എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് അദ്ദേഹം അത് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. പക്ഷേ പൗലോസ് ആ വ്യക്തിയെ തടയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അയ്യോ നീ ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്നവിടെ തടയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഞാൻ രക്ഷപ്പെടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ രക്ഷപ്പെടുവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ് ജയിലർ അവിടെ ചോദിക്കുന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്ത് അർത്ഥത്തോടു കൂടിയാണ് അയാൾ ചോദിച്ചെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല, അല്ലേ? വാട്ട് ക്യാൻ ഐ ഡു ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മെസ് ഹാപ്പൻഡ്? ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന സംഭവത്തിൽ നിന്നും എനിക്കെങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളൊരു വാക്കായിരിക്കും അവിടെ ചോദിച്ചത്. പക്ഷേ പൗലോസ് ആ അവസരം അങ്ങോട്ട് ശക്തമായിട്ട് അങ്ങ് ഉപയോഗിച്ചു. നീ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് കൊടുത്ത ഉത്തരം വളരെ ശരിയാണ്. പക്ഷേ ഉപയോഗിച്ച വാക്കുകൾ എത്രമാത്രം തന്മയത്വത്തോടു കൂടിയാണ് അവിടെ പൗലോസ് ഉപയോഗിച്ചെന്ന് നോക്കുക. ഓക്കെ, അത്രമാത്രം വളരെ മോശമായിട്ടൊരു ക്രൈസിസിലാണ് ജയിലർ പെട്ടുപോയി എന്നുണ്ടെങ്കിലും നീ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷപ്പെടും എന്നുള്ള ഒരു വാക്കിൽ അവിടെ മഹത്തായിട്ടുള്ളൊരു അർത്ഥമാണ് അവിടെ പൗലോസ് അവിടെ കൊടുത്തത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയിലറോടും ജയിലറിൻ്റേതായിട്ടുള്ള കുടുംബത്തോടും പൗലോസിന് സുവിശേഷം അറിയിക്കുവാനായിട്ട് അവിടെ അവസരം ഉണ്ടാകുന്നു. അവരെല്ലാവരും വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ജയിലർ ഈ പറയുന്ന പൗലോസിനെയും ശിലാസിനെയും കൊണ്ടുപോയി മുറിവുകളെല്ലാം കഴുകി ഉണക്കുകയും കഴുകി മരുന്ന് വയ്ക്കുകയും ഭവനത്തിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയും, അതുപോലെ നമുക്ക് ഇതിനു മുമ്പ് ലിഡിയയുടെ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ലിഡിയ ആണെങ്കിലും ജയിലർ എന്ത് ചെയ്തു, ലിഡിയെ പോലെ തന്നെ ജയിലറും പൗലോസിനും ശിലാസിനും വേണ്ടിയിട്ട് അവിടെ വിരുന്നൊരുക്കി കൊടുക്കുകയും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഒക്കെയും ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, കുടുംബക്കാർ മുഴുവനും അവിടെ സ്നാനമേറ്റതായിട്ടാണ് ബൈബിളിൽ പറയുന്നത്. ഓക്കെ, ജയിലർ അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 34-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു പറഞ്ഞാൽ, കാരാഗൃഹ പ്രമാണി അവരെ തൻ്റെ വീട്ടിൽ കൊണ്ടുചെന്ന് അവർക്ക് ഭക്ഷണം തയ്യാറായി കൊടുത്തു. ദൈവത്തിൽ വിശ്വസിപ്പാൻ ഇടയായതിൽ അയാൾ കുടുംബാംഗങ്ങളോട് എല്ലാവരോടും ചേർന്ന് ആനന്ദിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ആമേൻ. So what a great joy that they have experienced. എന്തുമാത്രം വളരെ വ്യത്യസ്തമായിട്ടൊരു ആനന്ദമാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഓക്കെ, ആരെങ്കിലും ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ച ആ രക്ഷാനിമിത്തം അവരെ ഏറ്റവും കൂടുതൽ വിശദീകരിക്കാനാവാത്ത അത്രയും ആനന്ദത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്ക് പല താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പലരും ആനന്ദിച്ച് ക്രിസ്തുവിൽ വന്നതിന് ആനന്ദിച്ച് തുള്ളിച്ചാടുന്ന പല അവസ്ഥയും നമ്മൾ കണ്ടിരുന്നു, അല്ലേ? തളർവാദ രോഗിയായിട്ടുള്ള വ്യക്തി പത്രോസ് പോയിട്ട് എനിക്ക് നിന്നോട് പൊന്നും ഒന്നും തരാനില്ല, പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ തുള്ളിച്ചാടി, മുടന്തനായിട്ടുള്ള വ്യക്തി, അത്രയും ജന്മനാൽ മുടന്തനായിട്ടുള്ള വ്യക്തി തുള്ളിച്ചാടി വന്ന് ആനന്ദിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലിഡിയ ആണെങ്കിലും പുഴവക്കത്തിരുന്നു കൊണ്ട് അവളുടെ ദൈവം അവളുടെ ഹൃദയം തുറന്ന് പൗലോസിൽ നിന്നും വചനം കേട്ട് അവൾ എന്ത് ചെയ്തു, അവളും ആനന്ദിച്ച് അവൾ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരായിട്ട് നിങ്ങൾ എൻ്റെ ഭവനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവൾ ആ സ്നാനമേറ്റത്തിന് ശേഷം ശിഷ്യയായതിനു ശേഷം എല്ലാവരെയും ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
അതേപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ്, ശിലാസ് അവർ രണ്ടുപേരെയും ജയിലറിൻ്റെ ഭവനത്തിൽ പോയപ്പോഴത്തേക്കും അവർ വളരെയധികം ആനന്ദത്തോടു കൂടി കർത്താവിൽ ഞങ്ങൾ വന്നു എന്നുള്ള ആനന്ദത്തോടു കൂടി അവർ ആഗ്രഹിച്ച് അവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ ആനന്ദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളും ഇതുപോലെ ഒരു ദിവസം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാ. ഇവിടെ നിന്ന് ഏറ്റുപറഞ്ഞ് ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയുന്നു എന്ന് സ്വീകരിച്ചവരാണ് നമ്മൾ. നമുക്ക് അന്നുണ്ടായിരുന്ന ആനന്ദം എത്രമാത്രം ഉണ്ടായിരുന്നു? ആ ആനന്ദം ഇപ്പോൾ അതേ ലെവലിൽ തന്നെ ഉണ്ടോ? പരിശോധിക്കേണ്ട കാര്യമാണ്. ആമേൻ. സോ തീർച്ചയായിട്ടും നമ്മൾ എത്രമാത്രം സന്തോഷത്തോടു കൂടി ഞാൻ കർത്താവിനെ അറിയുന്നവനാണ്, ഞാൻ കർത്താവിൽ ആയിരിക്കുന്നവനാണ് എന്നുള്ള ആനന്ദം ഇന്ന് എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ഇന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്കറിയാം ഇതേ സന്തോഷം തന്നെയാണ് എത്യോപ്യക്കാരനായിട്ടുള്ള ഷണ്ടനും ഉണ്ടായിരുന്നത്, അല്ലേ? ഫിലിപ്പോസിൽ നിന്നും വചനം കേട്ട എത്യോപ്യക്കാരനുള്ള ഷണ്ടൻ ആനന്ദത്തോടു കൂടി അയാൾ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഹി വെൻറ്റ് വിത്ത് ജോയ്ഫുൾ ഹാർട്ട്, അല്ലേ? അതുപോലെ തന്നെ കൊർന്നല്യോസിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. കൊർന്നല്യോസും കർത്താവിനെ അറിഞ്ഞ കാര്യത്തിൽ സന്തോഷവും ആനന്ദവും അയാൾക്കുണ്ടായി. ലിഡിയയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അതേ ഒരു അവസ്ഥയിലൂടെ നമ്മളും കടന്നുപോയി എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ആമേൻ. തീർച്ചയായിട്ടും നമുക്കും അതേ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ കർത്താവിനെ അറിയുന്നവനാണ് എന്നുള്ളൊരു ആനന്ദം നമുക്കിന്നുണ്ട്, ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ആമേൻ. എൻ്റെ രക്ഷകനും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായിട്ട് ഞാൻ കർത്താവിനെ, യേശുവിനെ സ്വീകരിച്ചവനാണ് എന്നുള്ളൊരു ആനന്ദം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യാതൊന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, യാതൊരു ആകുലതയും നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതില്ല എന്നുള്ളത് എനിക്ക് വളരെയധികം ഹൃദയത്തിലെടുക്കാൻ പറ്റിയ ഒരു പോയിൻ്റായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആമേൻ. സോ ഇന്ന് നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കണം. നമ്മൾ വളരെയധികം താല്പര്യത്തോടു കൂടി ഈ പറയുന്ന ആനന്ദത്തെ നമ്മൾ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ നമ്മൾ ഇതേ ആനന്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ തീക്ഷ്ണതയും ഇവിടെ വളരേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളിന്ന് ആനന്ദിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ആനന്ദം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൂടാ? ഞാൻ എപ്പോഴും പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, ടു ഡബിൾ യുവർ ജോയ് ഡിവൈഡ് ഇറ്റ് വിത്ത് സമ്മൺ എന്ന് പറയാറുണ്ട്, അല്ലേ? നിങ്ങളുടെ ആനന്ദം ഇരട്ടിപ്പിക്കണമെങ്കിൽ ആ ആനന്ദത്തെ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കുടെ ഏറ്റവും വലിയ ആനന്ദം എന്താണ്? ഞാൻ ഇന്ന് കർത്താവിനെ അറിയുന്നുള്ള ആനന്ദമാണ്. അപ്പോൾ ആ കർത്താവിനെ അറിയുന്നുള്ള ആനന്ദം നിങ്ങൾക്കത് ഇരട്ടിക്കണമെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് അത് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അത് ഇരട്ടിക്കും. ആമേൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിന്ന് വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പറയുന്ന സുവിശേഷത്തെ പൗലോസും ശിലാസും അതുപോലെ പത്രോസും ഒക്കെയും മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച ലിഡിയോടും ഫിലിപ്പോസ് ചെയ്തതുപോലെ എത്യോപ്യക്കാരൻ ഷണ്ടനോടും അങ്ങനെ പലരോടും ഷെയർ ചെയ്ത വിശ്വാസം പങ്കുവെച്ചതുപോലെ നമുക്കും ഇന്ന് എത്രയോ അധികം വ്യക്തികളുമായിട്ട് നമുക്ക് വിശ്വാസം പങ്കുവയ്ക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ആ അവസരം നമ്മുടെ ആനന്ദം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തീർച്ചയായിട്ടും കാണാം. ഒരു ദിവസമെങ്കിലും വേറെ ആരെങ്കിലും സുവിശേഷം പ്രസംഗിച്ചിട്ട് അല്ലെങ്കിൽ സുവിശേഷം സംസാരിച്ചിട്ട് നമ്മൾ രാത്രി പോയി കിടക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തുമാത്രം സുഖമായിട്ടുള്ളൊരു ഉറക്കമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ശരിയല്ലേ? നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ലേ? ഞാൻ ഇന്ന് കർത്താവിനെ കുറിച്ച് ഒരു വ്യക്തിയോട് പറഞ്ഞു എന്ന് ചിന്തിച്ചിട്ടൊന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് എന്തോ ഒരു സന്തോഷമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു അവസരത്തിലേക്ക് ദൈവം ഇന്ന് ലോകം മുഴുവനും സന്തോഷം ആഘോഷിക്കുന്നത് മറ്റു പല മേഖലകളിലാണ്. ഇന്ന് യുവതിയുവാക്കളോ അല്ലെങ്കിൽ ടീനേജുകാരോ ഒക്കെയും ആഘോഷിക്കുന്ന സന്തോഷം എന്ന് പറയുന്ന അവർ സെക്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ചിട്ടോ അവരുടെ പേരിനെയും പെരുമയും കുറിച്ചിട്ടോ ഒക്കെ ഓർത്തിട്ടാണ് അവർ ആനന്ദത്തെക്കുറിച്ചിട്ട് അവർ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആനന്ദം ഉണ്ടാവുന്നവർ പറയുന്നുള്ളൂ. പക്ഷേ ഈ അകമേയുള്ള ആനന്ദം നൽകണമെങ്കിൽ അത് ഈ പറയുന്ന ഒരു കാര്യത്തിനും അകമയുള്ള ആനന്ദം നിലനിൽക്കുന്ന ഒരു ആനന്ദമായിട്ട് ഒരിക്കലും മാറത്തില്ല. ഇതെല്ലാം വെറും വഞ്ചനാപൂർണ്ണമായിട്ടുള്ള സൗന്ദര്യം. നമ്മൾ പരസ്യം കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പറയുന്ന ക്രീം ഉപയോഗിക്കൂ, നിങ്ങളെല്ലാം വെളുപ്പന്മാരാകും, വെളുമ്പികളാവും എന്ന് പറയുന്ന ആ പരസ്യം കണ്ടിട്ട് വീണു പോകുന്ന ആ തലമുറയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തുള്ള ഏതൊരു വ്യക്തിയെക്കാളും സൗന്ദര്യമുള്ള വ്യക്തിയായിട്ട് മാറും എന്ന് പറയുന്ന ഒരു പരസ്യമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതെല്ലാം വഞ്ചനാപൂർണ്ണമല്ലേ?
ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ആനന്ദം ഉണ്ടാക്കുന്നില്ല. അത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇന്നർ ജോയ്, നമ്മൾ അകമയുള്ള ആനന്ദം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അകമയുള്ള നിലനിൽക്കുന്ന ആനന്ദം നമുക്കുണ്ടാകത്തുള്ളൂ. ആമേൻ ബ്രദർ സിസ്റ്റേഴ്സ്. സോ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പല താളുകളും മറിച്ച് നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും ക്രിസ്തു എല്ലാവരിലും എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ സുവിശേഷ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തു ശമര്യക്കാരി സ്ത്രീയെ എടുത്ത് എത്തിപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും ലിഡിയ എന്ന് പറയുന്ന വളരെ ധനികയായിട്ടുള്ള ഒരു സ്ത്രീയിലേക്ക് അല്ലെങ്കിൽ ആ യുവതിയിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യെരുശലേമിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നതായിട്ടുള്ള മുടന്തനായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക്, വെറും നിസ്സാരനായിട്ടുള്ള ഒരു ഭിക്ഷക്കാരനിലേക്ക് ഈ ക്രിസ്തു എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എത്തിപ്പിക്കാരനായിട്ടുള്ള യൂണോക്ക്, എത്തിപ്പിക്കാരനായിട്ടുള്ള ഷണ്ടന് ഏതോ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഫിലിപ്പോസിലൂടെ അവിടെ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യക്തിയാണെങ്കിലും കന്ദക്കയുടേതായിട്ടുള്ള രാജ്യത്തുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഒരു ധനകാര്യ മന്ത്രിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതുപോലെ റോമാക്കാരനായിട്ടുള്ള ശതാധിപനായിരുന്ന കൊർന്നല്യോസിൻ്റെ അടുത്തിലേക്ക് ക്രിസ്തു എത്തപ്പെടുത്തുന്നുള്ള കാര്യം നമുക്ക് ഓർക്കാൻ സാധിക്കും. അതുപോലെ റോമ സാമ്രാജ്യത്തിലെ വെറും ഒരു ദാസനായിട്ടുള്ള അല്ലെങ്കിൽ വേലക്കാരനായിട്ടുള്ള ജയിലൻ്റെ അടുത്തേക്ക് ക്രിസ്തു എത്തുന്നത് കാണാം. അപ്പം വിവിധ തലങ്ങളിലുള്ള സമൂഹത്തിലെ വിവിധ സ്റ്റാറ്റസിലിരിക്കുന്ന പല വ്യക്തികളുടെ ഇടയിലേക്കും ക്രിസ്തു എത്തിപ്പെടുന്നത് പല രീതിയിലാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളും ഈ പറയുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള പലതരത്തിലുള്ള സ്റ്റാറ്റസിലായിരിക്കുന്ന വ്യക്തികളിലേക്കും ക്രിസ്തുവിൻ്റെ ആനന്ദം എത്തിക്കുവാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആമേൻ ബ്രദർ സിസ്റ്റേഴ്സ്. അവിടെ ജാതിയോ മതമോ പിന്നെ അവരുടെ വിദ്യാഭ്യാസ പശ്ചാത്തലമോ ഒന്നും തന്നെ നോക്കാതെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ആനന്ദം കൊണ്ടുവരും എന്ന് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് ഒന്നും നോക്കിയിട്ടല്ല, ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള സമൂഹത്തിലുള്ള ഓരോ സ്ഥാനങ്ങളും നോക്കിയിട്ടല്ല ക്രിസ്തു എത്തപ്പെടുന്നത്. ഏത് നിലയിലും ക്രിസ്തു എത്തപ്പെടുവാൻ സാധിക്കും. അവിടെ എല്ലാ ആനന്ദം, ഇന്നർ ജോയ് അല്ലെങ്കിൽ അകമേയുള്ള ആനന്ദം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ക്രിസ്തുവിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ആമേൻ. തുടർന്ന് നമുക്ക് അവസാന ഭാഗത്തിലേക്ക് പോകാം. 35-41 വാക്യങ്ങൾ വായിക്കാം. നേരം പുലർന്നപ്പോൾ ന്യായാധിപന്മാർ കാരാഗൃഹ പ്രമാണിയുടെ അടുത്തേക്ക് സേവകരെ അയച്ചു. ആ മനുഷ്യരെ വിട്ടയച്ചേക്കുക എന്ന് പറഞ്ഞു. അയാൾ പൗലോസിനോട്, താങ്കളെയും ശിലാസിനെയും വിട്ടയക്കണമെന്ന് ന്യായാധിപന്മാർ കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം, സമാധാനത്തോടെ പോകുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ പൗലോസ് സേവകരോട്, റോമാ പൗരനായ ഞങ്ങളെ വിചാരണ കൂടാതെ അവർ പരസ്യമായി അടുപ്പിക്കുകയും തടവിലാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പറഞ്ഞയക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. സേവകർ ഇക്കാര്യം ന്യായാധിപന്മാരെ അറിയിച്ചു. പൗലോസും ശിലാസും റോമാ പൗരനെന്ന് കേട്ടിട്ട് അവർ സംഭ്രമിച്ചു. അവർ വന്ന് അവരെ സമാധാനിപ്പിച്ച് കാരാഗൃഹത്തിന് പുറത്തേക്ക് ആനയിക്കുകയും നഗരം വിട്ടു പോകണമെന്ന് അവരോട് അപേക്ഷിക്കുകയും ചെയ്തു. പൗലോസും ശിലാസും കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലുദിയായുടെ വീട്ടിലേക്ക് പോയി. അവിടെ അവർ സഹോദരരെ കണ്ട് ധൈര്യപ്പെടുത്തി. പിന്നീട് അവർ യാത്രയായി. ആമേൻ. സോ ഇവിടെ ഫിലിപ്പീന അധികാരികളാണെങ്കിലും വളരെയധികം ഭയപ്പെട്ടു. പൗലോസും ശിലാസും റോമാ പൗരന്മാരാണെന്ന് കണ്ടിട്ട് അവർ ഭയപ്പെട്ടു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു? അധികാരികൾ നേരിട്ട് ആ ജയിലിലേക്ക് വന്നിട്ട് അവരെ നഗരം വിട്ട് പോകാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, 40-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, പൗലോസും ശിലാസും കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലുദിയായുടെ വീട്ടിലേക്ക് പോയി. അവിടെ അവർ സഹോദരരെ കണ്ട് ധൈര്യപ്പെടുത്തി. പിന്നീട് അവർ യാത്രയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാരുടേതായിട്ടുള്ള ആ വിശ്വാസം വളരെയധികം അത്ഭുതകരമായിട്ടുള്ള വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. 16-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പൗലോസിനെയും ശിലാസിനെയും അവരെ പിടിച്ചു, അവരെ ചാട്ടവാറുകൊണ്ട് അടിച്ചു, എന്നിട്ട് അവരെ ജയിലിലടച്ചു. എന്നിട്ട് അവരെ വിട്ടപ്പോൾ, അവരെ കാരാഗൃഹത്തിൽ നിന്നും റിലീസ് ചെയ്തപ്പോൾ അവർ നേരെ പോയത് ശിഷ്യന്മാരായിട്ടുള്ള വീട്ടിലേക്ക്, ലുദിയയുടെ വീട്ടിലേക്കാണ് അവർ പോയതെന്നുള്ളത് കാണാൻ സാധിക്കും. സോ അവിടെ പോയത് മാത്രമല്ല, ലുദിയയുടെ ഭവനത്തിൽ ഒരുപാട് സഹോദരന്മാരോട് ഉണ്ടാകുകയും അവരെ എന്ത് ചെയ്തു? അവർ സഹോദരരെ കണ്ട് ധൈര്യപ്പെടുത്തി. ഇവരങ്ങോട്ട് ധൈര്യപ്പെടുത്തി. ഇവർ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കടന്നു പോയി റിലീസായി വന്നിരിക്കുക, വളരെ ക്രൈസിസ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നാണ്. കാരണം അവർക്ക് ആ പിറ്റേന്ന് ജീവിക്കാൻ തന്നെ പറ്റുമോ എന്നുള്ള ഒരു അവസ്ഥ പോലും ഇല്ല. എന്നിട്ട് ഇവരാണ് അവിടെ പോയിട്ട് ധൈര്യപ്പെടുത്തി. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിന്ന് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട്
നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു പറയാനായിട്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ വന്നിട്ട് പ്രതീക്ഷിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രതീക്ഷ ഭയങ്കര ടെൻഷനാണ്, എന്താണെന്നറിയത്തില്ല എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ആനന്ദം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ലായിരുന്നു. പ്രതീക്ഷ പ്രാർത്ഥിച്ചു, ഓക്കെ, താങ്ക്സ് ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും അതൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ബലഹീനരാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാം. നമ്മൾ ഏത് ക്രൈസിസിൽ കടന്നു പോയാലും മറ്റുള്ളവരെ ദൈവത്തിൽ നമുക്ക് തീർച്ചയായിട്ടും എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ആമേൻ. സോ തീർച്ചയായിട്ടും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, സോ അവർ തീർച്ചയായിട്ടും അതിന് സാധിച്ചത് പരിശുദ്ധാത്മാവിനാൽ അവർ നയിക്കപ്പെട്ടത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. ഓക്കെ. സോ അവരുടെ തീക്ഷ്ണത എന്ന് പറയുന്നത് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു തീക്ഷ്ണതയാണ് അവർക്കുള്ളത്. അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ളൊരു തീക്ഷ്ണതയാണ് ശിഷ്യന്മാർക്ക്, 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാർക്ക്, ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഓക്കെ. അവർ വിശ്വാസത്തിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അവർ നാൾക്കുനാൾ വളർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ വിശ്വാസവും അവരുടെ നിലനിൽപ്പും അവരുടെ ഇന്നർ ജോയും ഒക്കെയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഫിലിപ്പിയൻ അതോറിറ്റീസ് എന്ത് ചെയ്തു? അവരെ വളരെ ശക്തമായിട്ട് ശാരീരികമായിട്ട് അവരെ പീഡിപ്പിച്ചു എന്നുള്ളതെങ്കിലും പക്ഷേ അവരുടെ ആ ഹൃദയത്തിലുള്ള ആനന്ദം ഒരിക്കലും നശിച്ചു പോയില്ല, ഒരിക്കലും കുറഞ്ഞു പോയില്ല. ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൻ്റെ പേരിലാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടെന്നുള്ള ഏറ്റവും വലിയ സന്തോഷം അവരുടെ ഹൃദയത്തിൽ നിലനിന്നത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും ശക്തമായിട്ടുള്ള കണ്ണുകൾ ക്രിസ്തുവിൽ തന്നെ ഉറപ്പിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിൽ ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ആനന്ദത്തോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മൾ ഓരോരുത്തരെയും അതിനുവേണ്ടി സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്.